നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ഇന്നും സംഘർഷം. പുത്തൻകുരിശിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി പ്രവർത്തകർ. ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയായി. വിശദാംശങ്ങളുമായി AT അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, എത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്? പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, അല്പം മുൻപാണ് കുന്നത്തുനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന വേദിയായിട്ടുള്ള കോലഞ്ചേരിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതിനിടയിൽ പുത്തൻകുരിശിൽ വെച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായത്. നേരത്തെ തൃപ്പൂണിത്തുറയിൽ വെച്ച് തൃപ്പൂണിത്തുറ ചൂരക്കാട് വെച്ചും സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര വലിയ പ്രതിഷേധമായിരുന്നില്ല. പ്രതിഷേധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. 12 പേരാണ് അവിടെ പ്രതിഷേധിച്ചത്. ഒപ്പം തന്നെ മരടിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. അവിടെയും 7 പേരെ അവിടെ നിന്നും 7ഓളം പേരെ അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും കരുതൽ തടങ്കലിലാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിലേക്ക് വരുന്ന വഴിക്കാണ് പുത്തൻകുരിശ് വെച്ച് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നവകേരള സദസ്സിന്റെ വോളണ്ടിയർമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടായി. അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസും ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇടപെട്ടുകൊണ്ടാണ് അവിടുത്തെ പ്രതിഷേധം ശമിപ്പിച്ചത്. വലിയ രീതിയിൽ കരിങ്കൊടി കാണിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരും വനിതകളായിട്ടുള്ള ആളുകളും എല്ലാവരും തന്നെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. നിരവധി ഡിവൈഎഫ്ഐയുടെ നവകേരള സദസ്സിലെ വോളണ്ടിയർമാരായിട്ടുള്ള ഡിവൈഎഫ്ഐ അംഗങ്ങളായിട്ടുള്ള ആളുകളും ഈ പ്രതിഷേധത്തിൽ ഇവർക്കെതിരെ ഈ പ്രതിഷേധക്കാർക്ക് നേരെ വരികയും പക്ഷെ അത് പോലീസ് തടയുകയാണ് ചെയ്തത്. വലിയ രീതിയിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോയി. ഒപ്പം തന്നെ മുദ്രാവാക്യ വിളികളും ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാനിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അത് ഒരു വലിയ പ്രതിഷേധമായിരുന്നു. ഈ 2 ദിവസം ഇന്നലെയും ഇന്നുമായി നടന്ന നവകേരള സദസ്സിൽ ഏറ്റവും വലിയൊരു പ്രതിഷേധമുണ്ടായത് ഇന്ന് പുത്തൻകുരിശാണ്. കഴിഞ്ഞ 2 ദിവസത്തെ പ്രതിഷേധത്തിൽ വലിയൊരു പ്രതിഷേധം പുത്തൻകുരിശിലാണ് നടന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്നലെ പാലാരിവട്ടത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടാവുകയും അവിടെ പാലാരിവട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ MPമാർ MLAമാർ അടക്കമുള്ള ആളുകൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന സമരം പാതിര സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. വെളുപ്പിന് 2:30 ഇവർക്ക് കോടതി മുഖാന്തരം ജാമ്യം ലഭിക്കുന്നത്. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് SFI പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഗവർണർക്കെതിരെ. അവർക്ക് എതിരെ പക്ഷേ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താ സമ്മേളനവും എറണാകുളത്ത് നടന്നിരുന്നു. ഈ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈ 2 FIRകളും കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയും ഇതിൽ 2ലും എഴുതി ചേർത്തിരിക്കുന്നത് ഒരേ കുറ്റകൃത്യമാണ്, പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് രാവിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞിരുന്നു. അതോടുകൂടി വലിയ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പുത്തൻകുരിശിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് അരങ്ങേറിയത്. എന്തായാലും ഏകദേശം 20ഓളം പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ പല നേതാക്കളും ഇന്ന് കരുതൽ തടങ്കലിലുമാണ്. യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള നേതാക്കളും ഇന്ന് കരുതൽ തടങ്കലിലാണ്. അവരെയും വിട്ടയച്ചിട്ടില്ല. നവകേരള സദസ്സ് തീർന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ശ്രുതി, വ്യക്തമാണ്. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടക്കുന്നത്. പുത്തൻകുരിശിലാണ് വലിയൊരു പ്രതിഷേധമുണ്ടായത്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിയുമായി പ്രവർത്തകർ വരികയാണ്. സംഘർഷത്തിലേക്ക് വഴിവെച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതുപോലെ തൃപ്പൂണിത്തുറ ചൂരക്കാടും പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരടിൽ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകി.